CPIM ഏരിയ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി PR പ്രദീപാണ് മരിച്ചത്. ഇലന്തൂരിലെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശശി നാരായണൻ ചേരുന്നുണ്ട്. ശശി, എന്താണ് വിശദമായ വിവരങ്ങൾ? അഭിലാഷേ, CPIMന്റെ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി PR പ്രദീപാണ് ഇലന്തൂരിലെ CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചതിലേക്ക് കണ്ടെത്തിയത്. എന്താണ് കാര്യമുള്ളതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തതയില്ല. എന്നാലും അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രദീപിനുണ്ടായിരുന്നു, അതാകാമെന്നുള്ളതാണ് സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ പാർട്ടി ഓഫീസിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. DYFIയുടെയൊക്കെ തലങ്ങളിൽ നിന്നും പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രദീപ്. അല്പസമയം മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അഭിലാഷേ, വിശദാംശങ്ങളാണ് ശശി നാരായണൻ നൽകിയത്. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികർക്ക് വീരമൃത്യു. രജൌരി സെക്ടറിലെ കാൻഡി വനത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത ഓപ്പറേഷൻ നടന്നത്. പരിക്കേറ്റ സൈനികരെ ഉദ്ധംപൂരിലെ കമാൻഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്തിപ്പോഴും കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. തെരച്ചിലിനായി കൂടുതൽ സംഘങ്ങളെ മേഖലയിൽ വിന്യസിച്ചു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനകളായ PAFF ഏറ്റെടുത്തു. രജൌരി ജില്ലയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. റിയാദിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ 4 മലയാളികൾ അടക്കം 6 പേർ മരിച്ചു. ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-നാണ് തീപിടുത്തം ഉണ്ടായത്. മരിച്ചവരിൽ 2 പേർ മലപ്പുറം സ്വദേശികളാണ്. ബാക്കി 2 മലയാളികളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മറ്റ് 2 പേർ ഗുജറാത്ത്, തമിഴ്നാട് സ്വദേശികളാണ്. AC-യിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദ കേരള സ്റ്റോറി റിലീസായി. കനത്ത സുരക്ഷയോടെയായിരുന്നു സംസ്ഥാനത്ത് പ്രദർശനം. തിയേറ്ററിലേക്ക് സിനിമയ്ക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. ശാലിനി ഉണ്ണികൃഷ്ണൻ, എ ഹിന്ദു ഫ്രം കേരള. വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ദ കേരള സ്റ്റോറി കേരളത്തിൽ റിലീസിനെത്തിയത്. സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രദർശനം നടന്നു. കൊച്ചി ഷെനൈസ് തിയേറ്ററിന് മുന്നിൽ പ്രദർശനത്തിന് തൊട്ടുമുമ്പ് NCP യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊച്ചിയിൽ ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. ആദ്യ പ്രദർശനത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ. ശക്തമായ പ്രമേയം. സിനിമ കൊള്ളാം, എല്ലാവരും എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ മനപ്രയാസമുണ്ട് കണ്ടിട്ട്. പടം നല്ല മൂവിയാണ്. കാരണം നല്ലൊരു മെസ്സേജാണ്. ഒരു പടത്തിന് പേര് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം. കാരണം ഒരുപാട് പേര് ഇതിനൊക്കെ ചതിയിൽ പെട്ടിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. യാതൊരു മതസ്പർദ്ധയുടെ ഒന്നുമില്ല ഈ സിനിമയിൽ. വെറുതെ ഒരു ഇതുണ്ടാക്കിയതാണ്. ഇവിടെ പ്രശ്നങ്ങളാണ്, അതാണ്. ഇതിനകത്ത് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർക്കായി പ്രത്യേക പ്രദർശനം നടന്നു. തീർച്ചയായും മുഴുവൻ കേരളീയരും കണ്ടിരിക്കേണ്ട സിനിമയാണിത്. കേരളത്തിൽ നിന്ന് നടന്നു വരുന്ന സംഭവങ്ങളുടെ നേർചിത്രമാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഒരു സമുദായത്തിനെതിരല്ല, ഒരു മതത്തിനെതിരല്ല. ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്താണ് സിനിമ കണ്ടത്. സിറിയയിൽ പോയ 3-4 പെൺകുട്ടികളുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ, അവരെങ്ങനെ മതം മാറ്റപ്പെട്ടു, എങ്ങനെ അതിലേക്ക് ചെന്നെത്തി, അവിടെ ഉണ്ടായ കഷ്ടപ്പാടും അവരത് റിയലൈസ് ചെയ്യുന്നതുമാണ് ഈ സിനിമ. അത് വളരെ നന്നായിട്ട്, വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പടം എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിഞ്ഞൂടെ. എല്ലാവരും സുപ്രീം കോടതിയിൽ പോവുക, ഇത്രയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം PVR പിൻവലിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. ദ കേരള സ്റ്റോറി കർണാടകയിൽ ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് സിനിമയെ പിന്തുണച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ. തീവ്രവാദത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്ന സിനിമയെ കോൺഗ്രസ് എതിർക്കുന്നുവെന്നും വോട്ട് ബാങ്കിനു വേണ്ടിയാണിതെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കേരളീയ സമൂഹത്തെ തീവ്രവാദം കാർന്നു തിന്നുന്നത് എങ്ങനെ എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് സിനിമയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आतंकी साजिश पर बनी फिल्म केरला स्टोरी
ये केरला स्टोरी की इन दिनों काफी चर्चा है। कहते हैं केरला स्टोरी सिर्फ एक राज्य में हुई आतंकवादियों की छद्म नीतियों की साजिशों पर आधारित है। देश का इतना खूबसूरत राज्य, जहां के लोग इतने परिश्रमी और प्रतिभाशाली होते हैं, उस केरला में चल रही आतंकी साजिश का खुलासा ये केरला स्टोरी फिल्म में, केरला फाइल्स फिल्म में उसे किया गया है। और देश का दुर्भाग्य देखिए कि कांग्रेस आज समाज को तहस नहस करने वाली इस आतंकी प्रवृत्ति के साथ खड़ी हुई नजर आ रही है। इतना ही नहीं, ऐसी आतंकी प्रवृत्ति वालों से कांग्रेस पिछले दरवाजे से राजनीतिक सौदेबाजी तक कर रही है। कर्नाटका के लोगों को इसलिए कांग्रेस से बहुत ही सावधान रहने की जरूरत है। ദ കേരള സ്റ്റോറി വിവാദങ്ങൾക്കിടെ കേരളത്തെക്കുറിച്ചുള്ള ട്വീറ്റ് പങ്കുവച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ മുസ്ലിം പള്ളിക്കുള്ളിൽ നിലവിളക്കും കതിർ മണ്ഡപവും ഒരുക്കി നടന്ന ഹിന്ദു വിവാഹത്തിന്റെ വീഡിയോ ആണ് റഹ്മാൻ പങ്കുവച്ചത്. മനുഷ്യത്വം നിരുപാധികവും സ്വാന്തനപ്പെടുത്തുന്നതും ആകണം എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ്. കായംകുളം ചേരാവള്ളി ജുമാ മസ്ജിദിൽ നടന്ന വിവാഹം നേരത്തെ തന്നെ ശ്രദ്ധേയമായിരുന്നു. AI ക്യാമറ വിവാദം പുകയുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായില്ല. നാളെയും മറ്റന്നാളുമായാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. പുറത്തുവന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പദ്ധതിയിൽ സർക്കാർ ഇതുവരെ ₹1 പോലും ചെലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. AI ക്യാമറ വിവാദത്തിന് ന്യായീകരണവുമായി AK ബാലൻ രംഗത്ത്. നിയമപരമായി മറുപടി പറയേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമെന്നും എല്ലാറ്റിനും മറുപടി പറയാൻ കഴിയില്ലെന്നും AK ബാലൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കാത്തതെന്നാണ് ചോദിച്ചത്. പ്രതികരിച്ചാൽ നിങ്ങൾ എന്താ പറയുക? വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്? മെറിറ്റിലേക്ക് കടന്ന് മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പ്രതികരിക്കാതിരുന്നാൽ എന്താ പറയുക? ഇതെന്തോ ഒളിച്ചു വെക്കുന്നത് കൊണ്ടാണ്. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വരേണ്ടതൊക്കെ വരട്ടെ, ഒന്ന് കലക്കി തെളിയട്ടെ. ഇപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ ആൾക്കാരെ കൊണ്ട് ഓരോ കമ്പനികളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം മറുപടി പറയണമെങ്കിൽ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാണ്. നിങ്ങളെ കണ്ട് മറുപടി പറയുക. ഇവരോരോന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ് ഇപ്പോഴും നിങ്ങളിത് ചോദിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരാരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എതിരായി തെളിയിക്കാൻ ഏതെങ്കിലും സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിയമപരമായി മറുപടി പറയേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് പറയും, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു കാര്യത്തിൽ അദ്ദേഹം അതിൽ കടന്ന് മെറിറ്റിലേക്ക് കടന്ന് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അദ്ദേഹം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? AK ബാലന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്നും രേഖകളുടെ പിൻബലത്തിലാണ് ആരോപണമെന്നും ചെന്നിത്തല പറഞ്ഞു. ആരോപണത്തിൽ ഒരന്വേഷണവും നടക്കുന്നില്ലെന്നും വ്യവസായ സെക്രട്ടറിയുടെ അന്വേഷണം ആർക്ക് വേണമെന്നും ചെന്നിത്തല ചോദിച്ചു. പ്രതിപക്ഷ നേതാവും താനും ചേർന്ന് രേഖകൾ പുറത്തു കൊണ്ടുവന്നുവെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ AK ബാലന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഞങ്ങൾ
തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം പുറത്തുവിട്ടത്. പത്തനംതിട്ട മലയാലപ്പുഴ മന്ത്രവാദ കേന്ദ്രത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും പൂട്ടിയിട്ട കേസിലെ പ്രതികൾ കീഴടങ്ങി. വാസന്തി അമ്മ മഠത്തിന്റെ നടത്തിപ്പുകാരി ശോഭനയും സഹായി ഉണ്ണികൃഷ്ണനുമാണ് മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തൃശൂർ അതിരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തി വനത്തിൽ തള്ളി. കാലടി പാറക്കടവ് സ്വദേശി 26 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ അഖിൽ കാലടി പോലീസിന്റെ പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. അതിരപ്പള്ളി തുമ്പൂർ മൊഴിക്ക് സമീപം വനത്തിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ആതിരയുടെ സുഹൃത്ത് അഖിലിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആതിരയെ കഴിഞ്ഞ 29 മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് അഖിലും ആതിരയും ഒന്നിച്ച് കാറിൽ കയറിപ്പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറഞ്ഞു. ആതിരയുടെ സ്വർണം ഉൾപ്പെടെയുള്ളവ ഇയാൾ വാങ്ങിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇതേ തുടർന്ന് ആതിരയെ വെറ്റിലപ്പാറ തുമ്പൂർ മൊഴിക്കടുത്തെ വനത്തിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അഖിൽ പോലീസിന് മൊഴി നൽകി. ആതിരയെ ഷോൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അഖിൽ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. തൃശൂരിൽ മരിച്ച ട്രാൻസ്മെൻ പ്രവീൺനാഥിന്റെ ജീവിത പങ്കാളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രവീണിന്റെ കുടുംബം. പങ്കാളിയിൽ നിന്നും പ്രവീൺനാഥിന് നിരന്തരം മർദ്ദനം ഏറ്റിരുന്നതായും മുൻപും പ്രവീൺ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായും കുടുംബം ആരോപിച്ചു. ഇതിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച റിജാന ഐഷുവിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മരിക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതവിടെ ചെയറും കൊണ്ട് തല്ലിയതാണെന്ന് പറഞ്ഞു. പിന്നെ കഴുത്തിൽ ചെയറിൽ കെട്ടിയിട്ടിട്ട് തുണി തുരുക്കിയിട്ട് അവളെ ഉപദ്രവിക്കുകയായിരുന്നു അത്ര. പുറത്ത് പറയുകയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സില്ലാതെ നിൻ്റെ നാണം കെടുത്തും, നിൻ്റെ കുടുംബത്തിന് നാണം കെടുത്തും ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ഡിവോഴ്സ് ആയി എന്നുള്ളൊരു അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനും വായിച്ചതാണ്. അത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. എന്നുവെച്ചാൽ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചു. അതിനനുസരിച്ച് പോസ്റ്റ് വിട്ടു. പക്ഷേ ഇവള് ഭീഷണിപ്പെടുത്തിയിട്ട് അത് തിരുത്തിച്ചാണ്, അല്ലാതെ സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ ചെയ്തതല്ല. പ്രവീൺനാഥിന്റെ ജീവിത പങ്കാളിക്കെതിരെ സഹോദരിയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അവള് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ചെയറും കൂടി തലക്കടിച്ച് തല 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 1-2 പ്രാവശ്യം നല്ല വഴക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ശാരീരികമായിട്ട് തന്നെ. പിന്നെ ഒരു പ്രാവശ്യം ചെയറിൽ കെട്ടിയിട്ടിട്ട് വായിൽ തുണി തുരുകിയിട്ട് നല്ല അടിയടിച്ചു എന്ന് പറഞ്ഞു. കയ്യിലും ഒക്കെ കഴുത്തിലൊക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ മാർക്കും. അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൈബർ ആക്രമണം മാത്രമല്ല, പങ്കാളിയുമായുള്ള പ്രശ്നങ്ങളും പ്രവീൺനാഥിന്റെ ആത്മഹത്യയ്ക്ക് കാരണമാണെന്നാണ് സഹോദരങ്ങൾ പറയുന്നത്. ഇതിനിടെ പങ്കാളി റിഷാന ഐഷുവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. NCP അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി പിൻവലിച്ച ശരത് പവാർ. പ്രവർത്തകരുടെയും നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ച് തീരുമാനം പിൻവലിക്കുന്നുവെന്ന് ശരത് പവാർ പറഞ്ഞു. ശരത് പവാർ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന NCP നേതൃയോഗവും പ്രമേയം പാസാക്കിയിരുന്നു. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ വാർത്താസമ്മേളനം വിളിച്ചാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അതേസമയം വാർത്താസമ്മേളനത്തിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നു. അജിത് ഒഴികെ മറ്റെല്ലാവരും പങ്കെടുത്തു എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പവാർ നൽകിയ മറുപടി. ഇനി എത്ര ഇരകൾ? സംസ്ഥാനത്തെ 250-ലേറെ സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം വർദ്ധിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ലഹരി മാഫിയയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലെ സ്കൂളുകളിലാണ്. തിരുവനന്തപുരത്തും തൃശൂരിലും സ്കൂളുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകളെ സംബന്ധിച്ച് ഇന്റലിജൻസിന്റെയും എക്സൈസിന്റെയും റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് 250-ലധികം സ്കൂളുകളാണ് ലഹരി മാഫിയയുടെ പിടിയിലമർന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിലാണ് ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകൾ കൂടുതലുള്ളത്. 39 പ്രശ്നബാധിത സ്കൂളുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. തൃശൂർ ജില്ലയിൽ 28 സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരി വിപണി സജീവമാകുന്ന തലസ്ഥാന ജില്ലയിൽ 25ഓളം സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞു. നഗരപരിധിയിൽ കവടിയാർ, വട്ടിയൂർക്കാവ് അടക്കമുള്ള സ്കൂളുകളിലും തീരദേശത്ത് ഭീമാപ്പള്ളി, പെരുമാത്തൂർ അടക്കമുള്ള സ്കൂളുകളിലും ലഹരി കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്.
പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 22 സ്കൂളുകളിലും ലഹരി മാഫിയ സജീവമാണ്. എന്നാൽ വീര്യമേറിയ ന്യൂ ജനറേഷൻ ഡ്രഗുകൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക്. കഞ്ചാവ്, ഹാഷിഷ്, എഫ്ഡ്രിൻ, മെത്രാക്സ്, കൊക്കൈൻ, ചരസ് എന്നിവയെല്ലാം സുലഭം. എക്സൈസ് പിടികൂടുന്ന ലഹരി മരുന്നുകളുടെ 20 ഇരട്ടിയിലധികം ലഹരി മരുന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒഴുകുന്നത്. വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന പാടില്ലെന്ന് നിയമമുണ്ടെങ്കിലും കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ലഹരിക്കടിമകളായ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പോലീസും എക്സൈസും ഒക്കെ ഉണരുക. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. ഇന്നത്തെ സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ, വെള്ളി ഗ്രാമിന് 83 രൂപ, കിലോയ്ക്ക് 83,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3767 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. LIC ഗ്രൂപ്പ് പോസ്റ്റ് റിട്ടയർമെന്റ് മെഡിക്കൽ ബെനിഫിറ്റ് പ്ലാൻ പ്രഖ്യാപിച്ചു. ഈ മാസം 2-ന് പദ്ധതി നിലവിൽ വന്നു. ലൈഫ് കവറായി നിശ്ചിത തുക ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി. ചുരുങ്ങിയത് 50 ജീവനക്കാരുള്ള തൊഴിൽദാതാവിന് പദ്ധതിയിൽ അംഗമാക്കാം. റിട്ടയർമെന്റിന് ശേഷമുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾക്കുള്ള തൊഴിൽ ഉടമയുടെ ബാധ്യത നിറവേറ്റുന്നതാണ് പ്ലാൻ.